ഹലോ, ഇന്ന് ഞാൻ സമോസയുടെ ഒരു വീഡിയോ ആണ് ഇടാൻ പോണത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇത് സമോസ പാറ്റീസ് കിട്ടും, സ്ട്രിപ്സ്. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കാം. എൻ്റെ സമോസ അതിൻ്റെ സ്റ്റഫിങ് ഞാനിപ്പോൾ റെഡിയാക്കുകയാണ് കേട്ടോ. ആദ്യം ഈ സ്റ്റഫിങ് ശരിയാക്കാൻ വേണ്ടി ഞാൻ ആദ്യം പാനിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. നല്ലോണം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. പിന്നെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് മൂന്നും കൂടി ഞാൻ ചോപ്പ് ചെയ്തു, നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഞാൻ ഈ എണ്ണയിലേക്ക് ഇടുക. ഇനി ഇത് നന്നായി ഒന്ന് സോട്ട് ചെയ്യട്ടെ. സ്റ്റഫിംഗ് ഒക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ച് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ചേർക്കാം. ഞാനിപ്പോൾ പൊട്ടറ്റോവും പീസുമാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായി ഇനിയൊന്ന് സോട്ടാവട്ടെ. ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് മസാലപ്പൊടി, ചിക്കൻ മസാല ആഡ് ചെയ്യണം കേട്ടോ. വളരെ കുറച്ച്, ഒരുപാടൊന്നുമില്ല. 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എരിവൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാൻ അതങ്ങനെ ആഡ് ചെയ്തു. എന്നിട്ട് ഒരു സ്മെല്ലിന് വേണ്ടി കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, വളരെ കുറച്ച്, ഒരുപാട് എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതിൻ്റെ നല്ലൊരു മണം പോയപ്പോൾ ഞാൻ ഒരു പൊട്ടറ്റോ വലുതെടുത്തിട്ട് വേവിച്ചിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഉപ്പിട്ടിട്ടില്ല, അവസാനമാണ് ഉപ്പിടുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാൻ പോണത് പീസ്. ഇത് ബോയിൽഡ് പീസാണ്, ഫ്രോസൺ പീസ് ബോയിൽ ചെയ്തതാണ്. അല്ല, മറ്റേ പീസാണെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് ഉണക്കി, ഡ്രൈഡ് പീസിനെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടൊക്കെ വേണം ചെയ്യാൻ. ഇത് എൻ്റെ കയ്യിൽ ഫ്രോസൺ പീസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിനെ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇപ്പം ഞാൻ ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. ഉപ്പ് ആഡ് ചെയ്തു. ഇതൊന്ന് ഈ ചിക്കൻ മസാല ആഡ് ചെയ്യുമ്പോൾ എന്താ ഗുണം വെച്ചാൽ നമുക്ക് വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതൊക്കെ ആഡ് ചെയ്യും. പക്ഷെ ഞാൻ അത് ആഡ് ചെയ്യുന്നതിന് പകരം എൻ്റെ ഇവിടെ ചിക്കൻ മസാല ഉണ്ടായിരുന്നു, അതിനെ ഞാനിതിലേക്ക് ഇട്ടു. ഇനി ഇതൊന്ന് നന്നായി ആവട്ടെ. ഇപ്പോൾ ഞാനിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്യാണ്. നല്ലൊരു മണം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാനിതിന് സ്വിച്ച് ഓഫ് ചെയ്യണം. അപ്പോൾ എൻ്റെ സ്റ്റഫിങ് റെഡിയായി. എന്ത് വേണമെങ്കിൽ സ്റ്റഫ് ചെയ്യുക. വെറും ഓണിയൻ സമോസ ഉണ്ടാക്കുമ്പോൾ ഓണിയനായി മാത്രമായിട്ട് ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ വേണമെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് ചെയ്യുക, ക്യാരറ്റ്, ബീൻസ്. അപ്പോൾ സ്റ്റഫിങ് റെഡിയായി. ഇപ്പോൾ ഇതാ സമോസ ഷീറ്റ്സാണിത് കേട്ടോ. ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. സ്വീറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് സമോസ ബാറ്റർ ഉണ്ടാക്കാം. പക്ഷെ പെട്ടെന്നൊക്കെ ഒരാൾ വന്ന് ചെയ്യുമ്പോൾ നമ്മളിത് വാങ്ങി ഇങ്ങനെ ഫ്രീസറിൽ വെച്ചാൽ പിന്നെ ഇതിനൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ അതിനെ ഒന്ന് ഓവനിൽ വെച്ചിട്ട് 2 മിനിറ്റ് തോ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഒരു നനഞ്ഞ ക്ലോത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെക്കണം. അതെങ്ങനെ ഒരു ക്ലോത്തിൽ പൊതിഞ്ഞ് വയ്ക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ. ഞാനിതിനെ ഫോൾഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് നോക്കിക്കോളൂ. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ടതിനെ ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യുക. ഇതുണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരിക. ഇനി ഇതിനെ ഞാൻ സ്റ്റഫ് ചെയ്യാൻ പോവാണ് ഉള്ളിൽ.
നല്ലോണം ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റഫ് ചെയ്യാൻ പറ്റും നമുക്ക്. ഈ പീസും പൊട്ടറ്റോ ഞാൻ ഉണ്ടാക്കിയത് ഒരുപാട് നിറയ്ക്കരുത്. ഇനി ഇതിനിങ്ങനെ നന്നായിട്ടൊന്ന് കവർ ചെയ്യുക, പ്രസ് ചെയ്തിട്ട് ഇങ്ങനെയൊന്ന് കവർ ചെയ്യുക. ആ സമയത്ത് ഞാൻ ചെറുതായിട്ട് സ്ലറി ഉണ്ടാക്കി വയ്ക്കുക. ഇത് മൈദാമാവിനും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനെ ഇവിടെ ഇങ്ങനെ തേച്ചിട്ട് നമ്മളതിനെ അടയ്ക്കും. അങ്ങനെ കണ്ടോളൂ, ഇങ്ങനെയാണ് ഇതിനെ അടയ്ക്കുക. എന്നിട്ട് ഇതിനെ ബാക്കിലേക്ക് റോൾ ചെയ്യും. ഇത് കുറച്ച് സ്റ്റിഫായിരിക്കുകയാണ് ഇപ്പോൾ, കണ്ടോ. ഇങ്ങനെയാണ് ഇത് റോൾ ചെയ്യുക. ഇനി ഇതിനെ ബാക്കിലേക്ക് ഇങ്ങനെ സ്റ്റഫ് ചെയ്യും. ഇപ്പോൾ ഒരു സമോസ ഞാനിപ്പോൾ എണ്ണയിലിടുകയാണ്. ഇത് പകുതിയാക്കിയിട്ട് നമുക്ക് ആ ഷീറ്റിനെ പകുതിയാക്കിയിട്ട് ചെറിയ ചെറിയ സമോസയാക്കാൻ പറ്റും. ഞാൻ പക്ഷേ ആ ഒരേ ഷീറ്റിൽ ഒന്നുണ്ടാക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര വലിപ്പം കാണുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വൺ കേട്ടോ. ഇതെങ്ങനെ ഫോൾഡ് ചെയ്യാണ്, ഇങ്ങനെ ഫോൾഡ് ചെയ്യാണ്. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം കാണിച്ചത് തെറ്റായിരുന്നു. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് തിരിച്ചതിനെ ഇങ്ങനെയും ഫോൾഡ് ചെയ്യും. ഇതുണ്ടോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഷേപ്പ് കിട്ടും. ഇനി ഇതിനെ ഞാൻ ഇപ്പോൾ ഇതിനിങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്യണം. കണ്ടോളൂ, കൂടുതലാവരുത്. അത് നന്നായി ഉള്ളിലേക്ക് സ്റ്റഫ് ചെയ്ത ശേഷം നമുക്കത് മടക്കാൻ കഴിയണം. കണ്ടോ? ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഇവിടെ ഈ സ്ലറി ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നമ്മളതിനെ ഷേപ്പാക്കണം. ഇതെങ്ങനെ എണ്ണയിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ എൻ്റെ സമോസ എല്ലാം നല്ലോണം റെഡിയായി. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ നമ്മളിങ്ങനെ ഈ ഷീറ്റ്സ് വാങ്ങി വെച്ചിട്ട് ചെയ്യാം. അതിനൊരു തകരാറുള്ളത് എന്താ വെച്ചാൽ നമ്മളത് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കണം. അതിൽ നല്ലോണം സമയമുണ്ട്, ഒരു കൊല്ലമൊക്കെ സമയമുണ്ട് അതിൻ്റെ എക്സ്പയറിക്ക്. അപ്പോൾ അത് ഇടയ്ക്കെടുത്ത് ചെയ്യുമ്പോൾ നമ്മളത് ആദ്യം എടുത്ത ഉടനെ അത് ചെയ്യണം. ഒന്നെടുത്ത് ഓവണിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് ചെയ്യുക, ഓരോരുത്തർ ഓവൺ അനുസരിച്ച്. അപ്പോൾ അത് നല്ല ഒറിജിനൽ ടെമ്പറേച്ചറിലേക്ക് വരും. പിന്നെ നമ്മളത് ഫോൾഡ് ചെയ്യുന്ന സമയം മുമ്പ് സ്റ്റഫ് ചെയ്യുന്നത് വരെ നമ്മൾ ആ ഷീറ്റ്സിനെ നനച്ച് വെച്ചിരിക്കണം. അതാണ് ഒരു നനഞ്ഞ ടവലിൻ്റെ മുകളിൽ അതിനെ വെക്കണം. എന്താ കാരണം വെച്ചാൽ അത് ഡ്രൈ ആയാൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ കിട്ടില്ല. ഞാൻ ആദ്യം അതെടുത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അബദ്ധം ഉണ്ടായി. ഒരു പ്രാവശ്യം നമ്മൾ ആദ്യമേ അത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ പിന്നെ അത് ഒരിക്കലും ശരിയാവില്ല. അത് ഓർക്കാണ്ട് നമ്മളെങ്ങാനും പുറത്ത് ഫ്രീ എയറിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ വടിമാരിയാവും, ഡ്രൈ ആവും. അപ്പോൾ നമുക്കത് ഫോൾഡ് ചെയ്യാൻ കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ ട്രയലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ മെല്ലെ ഇങ്ങനെ ചെയ്തു. എല്ലാം നന്നായി വന്നു. സ്റ്റഫ് ചെയ്ത് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, സോസ് റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചട്നി. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. മല്ലിയില, പച്ചമുളക്, നിലക്കടല, ഇഞ്ചി, വെളുത്തുള്ളിയും വേണമെങ്കിൽ ഞാൻ ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പുതിനയും മല്ലിയിലയും പച്ചമുളകും. ഇതാണ് ഈ ഗ്രീൻ ചട്നി. നിലക്കടല ഒരു 5-6 വയ്ക്കുക. എന്നിട്ട് അത് അരച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും എൻ്റെ സമോസ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തെ സ്നാക്കാണിത്. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് എ വണ്ടർഫുൾ റെസിപ്പി. ബൈ ഫ്രം സുധ മേനോൻ.